ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പം കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ വീഡിയോ ഞാൻ പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രോണിന് ചെറിയൊരു പ്രശ്നം പറ്റിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് കുറേ ഡിലേ ആയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ നമ്മുടെ കൂട്ടിക്കൽ എന്ന് പറയുന്ന ആ മനോഹരമായ സ്ഥലത്താട്ടോ. അതായത് മുണ്ടക്കയത്ത് നിന്ന് തിരിഞ്ഞാണ് നമ്മൾ ഈ കൂട്ടിക്കലൊക്കെ പോകുന്നത്. ആ വഴി നമുക്ക് വാഗമണ്ണൊക്കെ പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്, എൻ്റെ അങ്ങനെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഞാൻ എല്ലാവരെയും കാണിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ മുണ്ടക്കയത്ത് നിന്ന് നമ്മൾ കൂട്ടിക്കൽ പോകുന്ന വഴിക്ക് കേട്ടോ. ആ പോകുന്ന വഴിക്ക് നല്ലൊരു മരം വെട്ടിയിറങ്ങിയേക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഇടയ്ക്ക് കന്നാരം നട്ടുപിടിച്ചിരുന്നുണ്ടോ. എൻ്റെ ആ തോട് ഒരു ചെറിയ മണിമലയാറാട്ടോ ആ ഒഴുകുന്നത്. ഇത്ര മനോഹരമായ കാഴ്ച അല്ലേ, അടിപൊളിയാട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് ആ കാഴ്ചകളൊക്കെ അങ്ങ് തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ യാത്രകൾ അപ്പോൾ നല്ല മനോഹരമായ ഒരു ഗ്രാമത്തിലേക്കുള്ള കാഴ്ചകളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിൽ ഇരു സൈഡ് നല്ല പച്ചപ്പുകൾ നിറഞ്ഞ് അതിൻ്റെ കൂടെ വളഞ്ഞ് തിരിഞ്ഞു പോകുന്ന റോഡും അതിൻ്റെ ഇടയിൽ കൂടി ഒഴുകുന്ന മണിമലയാറിൻ്റെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്രകൾ. അപ്പോൾ നമ്മൾ മുണ്ടക്കയത്ത് നിന്ന് കൂട്ടിക്കൽ റോഡിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ റോഡൊക്കെ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ റബ്ബറൈസ്ഡ് നല്ല സൂപ്പർ റോഡാട്ടോ. പക്ഷെ എന്നാന്ന് വെച്ചാൽ വളവും തിരിവും ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം അല്ലോ. എന്ത് ഭംഗിയാണ്. നമ്മളൊരു ആറിന്റെ തീരത്തേക്കൂടെ, മണിമലയാറിന്റെ തീരത്തേക്കൂടെ ആട്ടോ നമ്മുടെ യാത്ര തുടങ്ങുന്നത് കേട്ടോ. നല്ല നല്ല ഭംഗിയാട്ടോ. ഇത് കൂട്ടിക്കൽ പള്ളി നല്ല ഭംഗിയാട്ടോ. നമുക്ക് ഇത് കാണാൻ. നമുക്ക് ഈ പാലത്തേക്കൂടെ ഒന്ന് ക്രോസ് ചെയ്യാവേ. ആ വലിയ പ്രളയത്തിന്റെ സമയത്തൊക്കെ കൂട്ടിക്കലൊക്കെ ഇത് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പം ഇവിടെ എല്ലാം നിറഞ്ഞൊഴുകിയതാട്ടോ. അപ്പോഴത്തെ അവസ്ഥ നോക്കി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതാട്ടോ ആണ് കൂട്ടിക്കൽ പള്ളിയുടെ CSI പള്ളിയുടെ അടുത്താട്ടോ. അതെ, എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് കേട്ടോ മനോഹരമായ നമ്മുടെ CSI ദേവാലയം. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടോ മണിമലയാർ. ഇത് നമ്മൾ മുണ്ടക്കയത്ത് കൊണ്ട് വരാൻ നേരത്തെ ഈ മണിമലയാറിന്റെ തീരത്തേക്ക് തന്നെയാണ് നമ്മുടെ കൂട്ടിക്കലിനുള്ള യാത്ര. ഇതിന്റെ കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ നേരത്താണ് കൂട്ടിക്കൽ ടൗണ്. അപ്പോൾ നമ്മുടെ കാഴ്ചകളൊന്നും മൊത്തം കൂട്ടിക്കൽ കേന്ദ്രീകരിച്ചാട്ടോ നമ്മുടെ യാത്ര. ഹരിതശോഭ ഏന്തി നിൽക്കുന്ന ഈ ഗ്രാമത്തിലെ കാഴ്ചകളെ കുറിച്ച് പറയാൻ വാക്കുകൾക്കപ്പുറമാണ്. എത്ര സുന്ദരമല്ലേ ഇവിടെ കാണാൻ. 2021 ആ മഹാപ്രളയത്തിൽ ഈ കാണുന്ന മണിമലയാർ കരകവിഞ്ഞൊഴുകി ധാരാളം നാശനഷ്ടങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കഷ്ടപ്പാടുകൾ അവർക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഈ മണിമലയാറിൻ്റെ സൈഡിൽ കൂടി പോകുന്ന ഈ റോഡും ഇവിടുന്ന് ദൂരെ കാണുന്ന മലനിരകളൊക്കെ എത്ര പച്ചപ്പുകൾ കൊണ്ട് സമ്പന്നമാണ്. വാക്കുകൾക്കപ്പുറമുള്ള ഒരു മനോഹരമായ ഗ്രാമം. ഇവിടുന്ന് നമുക്ക് വാഗമൺ മലനിരകളെല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്ഥലമൊന്നും അല്ലെങ്കിലും പക്ഷേ കാഴ്ചകൾ അതിലും ഏറെയാണ്. ഈ കാണുന്ന കേട്ടോ കൂട്ടിക്കൽ ടൗണ് കേട്ടോ. ഇപ്പൊ ഫുട്ബോൾ കളി ആയതുകൊണ്ട് എല്ലായിടത്തും ഇപ്പം ഓരോ രാജ്യത്തിന്റെയും ഓരോ ചിഹ്നങ്ങൾ തൂക്കിയ കട്ടൗട്ടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ വഴി നമുക്ക് നേരെ പോവുകയാണെങ്കിൽ നമുക്ക് വാഗമണ് പുതിയൊരു വഴി പണിയുന്നുണ്ട്. പണി കഴിഞ്ഞിട്ടില്ല. നേരെ നമുക്ക് വാഗമണിൽ ചെല്ലാം കേട്ടോ. ഈ കൂട്ടിക്കൽ ടൗൺ കാണാനാണെങ്കിലും നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇവിടുന്ന് അങ്ങ് ദൂരെ കാണുന്ന ആ മലനിരകൾ എത്ര മലനിരകളാണെന്ന് അറിയാമോ. സ്റ്റെപ്പുകൾ പോലെ നമുക്ക് മലനിരകൾ കാണാൻ സാധിക്കും. ശരിക്കും നല്ലൊരു ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാം. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കൂട്ടിക്കലും കഴിഞ്ഞ് അതിന്റെ മുന്നിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ ഇളങ്കാട് പോകുന്ന വഴിക്ക് ഇപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഈ വഴിക്കാണ് നമുക്ക് വാഗമണ് പോകാനുള്ള ഒരു വഴിയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വഴിക്ക് ഇളങ്കാടുള്ള വരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വലിയ കണ്ടുകെട്ടങ്ങ് നമുക്കൊന്ന് പോകാം. റോഡിന് ഏതായാലും എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, റോഡൊക്കെ നല്ല റോഡാണ്. പിന്നെ സൈഡിലൊക്കെ നല്ല റബ്ബർ തോട്ടങ്ങളാണ്. ഇവിടെ എല്ലാം നല്ല കൃഷി സ്ഥലമാണ് കേട്ടോ. ഇവിടെ മല മുകളിൽ എവിടെ നോക്കിയാലും നല്ല റബ്ബർ തോട്ടവും പിന്നെ റബ്ബർ വെട്ടി ഇറങ്ങിയവർക്കൊക്കെ കന്നാര കൃഷിയൊക്കെ ഉണ്ട്.
വളരെ മലമുകളിലൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ നല്ല സ്റ്റൈല്. അതായത് വാഗമണ്ണിന്റെ ഭാഗങ്ങളാന്ന് തോന്നുന്നു അതൊക്കെ. അങ്ങോട്ട് നമ്മള് എളങ്കാട് നിന്ന് വരുന്ന പ്രൈവറ്റ് ബസ്, അത് കോട്ടയം പോകുന്ന ബസ്സൊക്കെയാണ്. ബസ് റൂട്ടാട്ടോ ഇത്. ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ജനവാസം നല്ല ഒത്തിരി ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളും പിന്നെ വളവും തിരിവും നിറഞ്ഞ റോഡുകളൊക്കെയാണ്. അപ്പോൾ ഇതിവിടെ വണ്ടിയായിട്ട് വരുന്നവരൊക്കെ എപ്പോഴും ശ്രദ്ധിച്ച് ഓണൊക്കെ അടിച്ച് ശ്രദ്ധിച്ച് വേണം പോകാൻ. ഞങ്ങൾ കൂട്ടിക്കൽ കഴിഞ്ഞ് വന്ന വഴിക്ക് ഒരു കട ചായ കുടിക്കാൻ കയറി. ആ കടയുടെ പുറകിൽ നിന്ന്, ഒരു ചായക്കടയിലാട്ടോ, സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണ് എന്ത് അടിപൊളിയാണെന്നറിയാം. ആ കാണുന്ന മഞ്ഞ് കൂടി കിടക്കുന്ന കേട്ടോ വാഗമണ്ണ്. അങ്ങനെ ആ മലകൾ ഇങ്ങനെ വരാനൊക്കെ എന്ത് അടിപൊളിയാണ്. ആ ആകാശത്തൊക്കെ മേഘം കിടക്കുന്ന ആ ഒരു അടിപൊളി കാഴ്ച. ഈ കാണുന്ന കേട്ടോ ആ മഞ്ഞ് കൂടി കിടക്കുന്ന ഉറുമ്പിക്കരയാട്ടോ. പിന്നെ ഇത് അതുപോലെ ഇവിടെ നോക്കി ചെറിയ ലക്ഷറി കോളനി, എത്ര വീടുകളാണ്, നല്ല ഭംഗിയാലേ. ഒരു രക്ഷയില്ല കേട്ടോ ഇന്നത്തെ കാഴ്ചകള്. ഏന്തയാർ എന്ന് പറയുന്ന മനോഹരമായ ഒരു ചെറിയൊരു ഗ്രാമമാട്ടോ ഇത്. മുതുകോരമാല എവിടെ നിന്നാലും അതേ നിൽക്കുന്നു. അവന്റെ കുറച്ച് കാണാല്ലേ. കാണുന്ന മല കേട്ടോ, വാഗമൺ മലകളാണ് മഞ്ഞ് മൂടി കിടക്കുന്നത്. ഏന്തയാർ ടൗൺ ആണ് ഇത്. ഇളങ്കാട് കൂട്ടിക്കൽ ഏന്തയാർ മുണ്ടക്കയം പോകുന്ന ബസ് ഞായറാഴ്ച ആയത് കാരണം എല്ലായിടത്തും ഒരു ഹർത്താൽ പോലെയാണ്. കടകളൊക്കെ വളരെ വളരെ ചുരുക്കമുള്ളൂ കേട്ടോ. ഇതിലൂടെയും പോവാം. ഈരാറ്റുപേട്ട, കുന്നോന്നി, പ്ലാപ്പള്ളി. അപ്പൊ ഇങ്ങോട്ട് വരാൻ എന്ത് വഴിയാ. സെന്റ് മേരീസ് ചർച്ച്. ആ മല നിൽക്കുന്ന നോക്കിയാൽ നമ്മുടെ നേരെ മുകളിലായിട്ട് കുറച്ചു ചെല്ലാൻ നേരം നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുക ആ മല. ഓ എന്നാ പറയാ, ഈ കൂട്ടിക്ക് അല്ല, നമ്മുടെ ഈ കൂട്ടിക്കൽ എന്താന്നൊക്കെ പറയാൻ നേരത്തെ നമ്മൾ ഓർക്കും പക്ഷെ വലിയ ടൗൺ അങ്ങനെയൊക്കെയുള്ള ആ ഒരു പേരായിരിക്കും. പക്ഷെ ഇവിടുന്ന് നോക്കാൻ നേരത്ത്, ഇവിടെ വരാൻ നേരത്ത് ആ കാണുന്ന സൗന്ദര്യം നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് അതെ അതെ, നമ്മള് അല്ലാതെ ഭംഗി കാണാൻ വരുന്നവർക്ക് ഇതൊന്നും നമുക്ക്, പക്ഷെ നമ്മള് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഇത് ഭയങ്കര ഒരു ആസ്വാദനമാണ്. ആ ദൂരെ കാണുന്ന ആകാശം മുട്ട നിൽക്കുന്ന ആ കുന്നിൻ കൂമ്പാരമാണ് മുതുകോരമല. ശരിക്കും അത് നല്ലൊരു ട്രെക്കിംഗ് പ്ലേസ് ആണ്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത എൻ്റെ ഒരു ട്രെക്കിങ് ഞാൻ ഇനി അങ്ങോട്ട് നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ മലയുടെ ആദ്യം മലയുടെ നേരെ കീഴിലേക്കാണോ നമ്മൾ ചെല്ലുന്നത്. ആ മല കയറി എവിടെ ആയിരിക്കും പോകുന്നത്, വാഗമൺ ആ മല കയറി പോകുന്നത്. എന്നെ അടിപൊളിയാ നോക്കിയാ, നമ്മുടെ തലയ്ക്ക് മീതെ നിൽക്കുന്ന ആ മലയും എന്നെ പൊക്കം, ആ മഞ്ഞ് മൂടുന്നു. മഴയൊക്കെ ഉണ്ടായിരുന്നു, അതിവിടെ വെള്ളത്തിന്റെ ചാലുകൾ മാത്രമായിരിക്കും കേട്ടോ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നെ തൂക്കാലേ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് പറ്റിയ ശരി. അവിടെ ഇത് മണ്ണെല്ലാം പൊലിച്ചു പോയേക്കുന്നല്ലേ അവിടെ. അങ്ങനെ നമ്മള് ഇളങ്കാട് എത്തിയിരിക്കുക കേട്ടോ. അത് നമ്മുടെ ഇളങ്കാട് എത്തി. ഇതേ ഉറുമ്പിക്കര, മുളക്കുളം, ഇളങ്കാട് എല്ലാം പോകുന്നത് ഇവിടുന്ന് തിരിഞ്ഞു പോവാട്ടോ. ഏതായാലും സൂപ്പറാട്ടോ ഈ ഇളങ്കാടിന് പോലെ എത്ര മലയാന്ന് നോക്കി. ഒരു മലയുടെ മുകളിൽ അടുത്ത മല തട്ടായിട്ട് ആ മലകളിലെ കൂമ്പാരം നല്ല ഭംഗിയാട്ടോ. അതെ അതെ അതെ, ആ താഴ്വാരത്ത് നിൽക്കുന്ന ആ ടവറ് ഒരു രക്ഷയില്ലാട്ടോ. എന്ത് അടിപൊളി കാഴ്ച. ഈ കാണുന്ന കേട്ടോ ഇളങ്കാട് പാലം. ഇത് കഴിഞ്ഞാൽ പിന്നെ വാഗമൺ വഴിയിലേക്കാണ് പിന്നെ യാത്ര പോകുന്നത് കേട്ടോ. ഇവിടുന്ന് നോക്കിയാലും നമുക്ക് മുണ്ടക്കയ, അടിവാരവും പൂഞ്ഞാറൊക്കെ പോകാൻ വഴികളുണ്ട് കേട്ടോ. ഈ തോടിനെ ക്രോസ് ചെയ്യുന്ന കുഞ്ഞൊരു പാലം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഇളങ്കാട് പാലത്തേലാട്ടോ. ഇത് കണ്ടോ, ഇതാണ് പാലം.
ഇവിടുന്ന് നമുക്ക് ഈരാറ്റുപേട്ടയും പൂഞ്ഞാറും എല്ലാം പോകാൻ നമുക്ക് ഇവിടുന്ന് ഉണ്ട് കേട്ടോ വഴി. അതായത് നമ്മൾ ഈ വരുന്ന വഴിക്ക് നമ്മൾ മുണ്ടക്കയം ഇങ്ങോട്ട് പോകുന്ന കൂട്ടിക്കല് എൻ്റെ എളങ്കാട് ഇങ്ങോട്ട് എന്തേറെ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഈരാറ്റുപേട്ടയ്ക്ക് നമുക്ക് പോകാം കേട്ടോ. ഇതൊരു പുതിയൊരു പാലമെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു സ്ഥലം കേട്ടോ. അതുപോലെ വളരെ ദുരിതം നിറഞ്ഞ ഒരു സ്ഥലം കൂടിയായിരിക്കും എനിക്ക് തോന്നുന്നു. ഈ മഴക്കാലമൊക്കെ ഇവിടെ ഈ വെള്ളപ്പൊക്ക ഈ മലയിടിച്ചൽ ഭീഷണിയൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ സാധ്യതയൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ചിലപ്പം ഒരു പക്ഷേ ചെറിയ വലിയ ശക്തമായ മഴക്കാലമൊക്കെ വരാൻ നേരം ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും ഇവിടുത്തെ താമസമൊക്കെ. അതായത് കണ്ടോ തോട് വരുന്നത് അങ്ങ് മലമൂടിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ്. ഇത്ര സുന്ദരമാണ് അല്ലേ? അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ.